ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് തേങ്ങയൊക്കെ അരച്ചിട്ട് വെക്കുന്ന നല്ലൊരു നാടൻ മത്തിക്കറിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതൊരു 2-3 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ചാലും കേടുവരില്ല. ചട്ടിയിൽ ഉണ്ടാക്കിയിട്ട് അങ്ങനെ വെച്ചാൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് 2ആയിട്ട് മുറിക്കുന്നുണ്ട് കറിയിലിടുമ്പോൾ. അപ്പോഴാണ് ആ കറക്റ്റ് നന്നായിട്ട് മസാലയ്ക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ മുഴുവനായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. അപ്പോൾ അത് എപ്പോഴത്തെയും പോലെ മൺചട്ടിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു 2 ഇഞ്ചോളം വലിപ്പമുള്ള ഇഞ്ചി കൊത്തി അരിഞ്ഞത് കേട്ടോ, നല്ല നൈസായിട്ട് അരിഞ്ഞത്. പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ഒന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ സവാള ഒന്ന് അരിഞ്ഞിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇടികല്ലിലൊന്ന് ചതച്ചാൽ മതി കേട്ടോ. പിന്നെ ഒരു 5-6 പച്ചമുളക് എരിവിന് ആവശ്യമായത്. അത് ചീനമുളക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അതൊന്ന് നെടുകെ കീറിയിട്ടിടുക കേട്ടോ പച്ചമുളക്. പിന്നെ ഒരു 2 ചെറിയ തക്കാളി, നല്ല പഴുത്ത തക്കാളി എടുക്കുക. പിന്നെ പുളിയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു മീഡിയം സൈസുള്ള തക്കാളിയായാലും മതി. ഞാനിപ്പോൾ എടുത്തത് 2 ചെറിയ തക്കാളിയാണ് കേട്ടോ, അധികം പുളിയൊന്നുമില്ല. പിന്നെ ഇതിലേക്കുള്ള പൊടികളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ പൊടി ഇങ്ങനെ വറക്കാതെ നേരിട്ട് തേങ്ങയുടെ കൂടെ അരച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ആണ് ഒഴിക്കേണ്ടത്. പുളിവെള്ളം ഇപ്പോൾ നിങ്ങൾക്ക് വാളൻ പുളിയോ അല്ലെങ്കിൽ കുടംപുളിയോ എടുക്കാം കേട്ടോ. നമ്മളുടെയൊക്കെ നാട്ടിൽ അധികം വാളൻ പുളിയാണ് യൂസ് ചെയ്യുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അത് 1 കപ്പ് വെള്ളം, 250 ml ഒരു കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയതിൻ്റെ ശേഷം അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇപ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് നാളികേരമാണ് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഇങ്ങനെ നിറച്ച് കേട്ടോ. പിടിക്കണക്കിന് പറയുകയാണെങ്കിൽ 2 പിടി നാളികേരം. ഇനി ഇതിലേക്ക് ആ ചൂടാക്കി വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടിയും ചേർക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ ഇത് നല്ല മയത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5-6 ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുക്കുക. കുറേ നേരം അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉപ്പൊക്കെ ടേസ്റ്റ് നോക്കുക. പിന്നെ ഈ സമയത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ പുളിയൊക്കെ ഉണ്ടോ ആവശ്യത്തിനെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് പുളി കുറവ് തോന്നിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പുളിവെള്ളം നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഉപ്പും പുളിയൊക്കെ വളരെ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അടുപ്പത്ത് വെക്കുന്നതിൻ്റെ മുന്നേ ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ എന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പുളി ഒഴിക്കാവുന്നതാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിള വരണം. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് കുറവാണ് തോന്നുകയാണെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിക്കാം കേട്ടോ. ഇതിലിപ്പോൾ ഇന്ന് ഞാൻ മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് മത്തി മാത്രമല്ല, അയല ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചെറിയ തരം മീനുകളില്ലേ, ഈ കൊഴുവ എന്നൊക്കെ പറയില്ലേ, ചൂടാന്നൊക്കെ. അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലൊരു ഫിഷ് കിട്ടില്ലേ, നമ്മളുടെ നാട്ടിലൊക്കെ അതിന് പുതിയാപ്പിളക്കോര എന്നൊക്കെ പറയും. ആ ഫിഷൊക്കെയും ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഫിഷും ഈ ഒരു ഗ്രേവിയിൽ പെർഫെക്റ്റായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വാളൻപുളിക്ക് പകരം കുടംപുളിയാണ് ചേർക്കുന്നത്, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരു 3 പീസ് കുടംപുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിള വന്നതിൻ്റെ ശേഷം മാത്രം ഫിഷ് ഇതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ 2 കഷ്ണമാക്കിയിട്ടുണ്ട് ഫിഷ്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ഉടഞ്ഞു പോകുകയൊന്നും ചെയ്യരുത് കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ഇങ്ങനെ ചട്ടി കൊണ്ട് ചുറ്റി കൊടുത്താൽ മതി. വല്ലാതെ ഇട്ട് ഇളക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിള വന്നതിൻ്റെ ശേഷം ഒരു 2-3 മിനിറ്റ് ഒരു ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വെച്ചിട്ട്, ഫുൾ ഫ്ലെയിമിലിടരുത്, ഒന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുക. എന്നിട്ട്
3 മിനിറ്റിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് നന്നായിട്ട് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുക. ഗ്രേവി കൂടുതലുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് വെന്ത് വന്നതിൻ്റെ ശേഷം മാത്രം ഗ്രേവി വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിങ്ങനെ കുറുകിയ രീതിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ലൂസായിരിക്കില്ല. അപ്പോഴാണ് ഇതിന് ആ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് തിള വന്നതിൻ്റെ ശേഷം ഞാൻ അടച്ചു വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. കുറച്ച് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരു 10-12 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഈ ഒരു പാകത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടിയും കട്ടിയാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി വറുത്തിടണം, അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂട്ടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മീതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഈ കറി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 6-7 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് മൂപ്പിച്ചിട്ട് കറിയിലേക്ക് ഒഴിക്കാം. ഇതിനി ഒരു 1/4 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വയ്ക്കുക. ആ കറിയിലേക്ക് ഇതിൻ്റെ ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കറി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും, ഇങ്ങനെ കട്ടിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. താങ്ക്